ഹായ് നമസ്കാരം. ഭൂമിക്ക് നേരെ പാഞ്ഞെടുത്ത് കൂറ്റൻ ചിഹ്നഗ്രഹം മണിക്കൂറിൽ 65.215 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 2024 MT1 എന്ന ചിഹ്നഗ്രഹമാണ് ഭീതി ഉയർത്തുന്നത്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയാണ് ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള വിവരം വിട്ടിരിക്കുന്നത്. ഇതോടെ ആശങ്കയിലാണ് ശാസ്ത്രലോകം. ചിഹ്നഗ്രഹം 2024 MT1 ജൂലൈ 8 ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുമെന്ന് പ്രവചിക്കപ്പെടുന്നു. 260 അടി വ്യാസമുള്ള ഈ ചിഹ്നഗ്രഹം ഭൂമിയിൽ ഇടിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഈ വലിപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളെ അപകടകാരിയാണ് ഗവേഷകർ കാണുന്നത്. ഈ ചിഹ്നഗ്രഹത്തിന് ഏകദേശം 260 അടി വ്യാസമുണ്ട്. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയോളം തിങ്കളാഴ്ചയാണ് 2024 MT1 ഭൂമിക്ക് ഏറ്റവും അടുത്തായി എത്തുക എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഭൂമിക്ക് 15 ലക്ഷം കിലോമീറ്റർ അകലെ കൂടിയാണ് ചിഹ്നഗ്രഹം കടന്നു പോവുക. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരത്തിന്റെ 4 ഇരട്ടിയോളം ദൂരമാണ് ഇത്. ഈ അകലത്തിൽ പോലും ഈ വലിപ്പമുള്ള ചിഹ്നഗ്രഹങ്ങൾ നമ്മുടെ ഗ്രഹവുമായി കൂട്ടിയിടിച്ചാൽ അവ ഉണ്ടാക്കിയേക്കാവുന്ന നാശനഷ്ടങ്ങൾ കാരണം അപകട സാധ്യതയുള്ളതായി കണക്കാക്കപ്പെടുന്നു. കേൾക്കുമ്പോൾ ഇത് വലിയ അകലമാണെന്ന് തോന്നുമെങ്കിലും ജ്യോതിശാസ്ത്ര തോതുകൾ വെച്ച് നോക്കിയാൽ ഭൂമിക്ക് തൊട്ടരികിലൂടെ കടന്നു പോകുന്നതായാണ് കണക്കാക്കുക. ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരം ശാസ്ത്രജ്ഞർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. കാലിഫോർണിയയിലെ പസദീനയിലുള്ള നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയാണ് JPL ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപഥം നിരീക്ഷിക്കുന്നത്. JPLന്റെ ഡാഷ്ബോർഡിൽ ചിഹ്നഗ്രഹത്തിന്റെ സ്ഥാനം, വേഗത, ഭൂമിയിൽ നിന്നും ദൂരം എന്നീ വിവരങ്ങൾ തത്സമയം ലഭ്യമാക്കുന്നുണ്ട്. നാസയുടെ നിയർ എർത്ത് ഒബ്ജക്റ്റ് ഒബ്സർവേഷൻ പ്രോഗ്രാമാണ് 2024 MT1 ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത്. ഭൂമിക്ക് സമീപമെത്തുന്ന ചിഹ്നഗ്രഹങ്ങളെയും ധൂമകേതുകളെയും കണ്ടെത്താനും പഠിക്കാനുമുള്ള നാസയുടെ പദ്ധതിയാണ് നിയർ എർത്ത് ഒബ്ജക്റ്റ് ഒബ്സർവേഷൻ പ്രോഗ്രാം. ഭൂമിയിൽ സ്ഥാപിച്ച ടെലിസ്കോപ്പുകളും റഡാർ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് നാസ ചിഹ്നഗ്രഹങ്ങളെയും ധൂമകേതുകളെയും കണ്ടെത്തുന്നത്. പല വലുപ്പത്തിലുള്ള 30,000-ഓളം ചിഹ്നഗ്രഹങ്ങളെയാണ് ഭൂമിക്ക് സമീപമുള്ള ബഹിരാകാശ വസ്തുക്കൾ എന്ന് കണക്കാക്കിയിട്ടുള്ളത്. ഇവയിൽ 850-ൽ പരം ഏറെ ചിഹ്നഗ്രഹങ്ങൾ 1 കിലോമീറ്ററിലേറെ വീതിയുള്ളവയാണ്. എന്നിരുന്നാലും അടുത്ത 100 വർഷത്തേക്ക് ഇവയിൽ ഒന്നുപോലും ഭൂമിക്ക് ഭീഷണിയല്ല. ഭൂമിക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാകുന്നതും ഭൂമിക്ക് സമീപമെത്തുന്നതുമായ ചിഹ്നഗ്രഹങ്ങളെ നാസ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ചിഹ്നഗ്രഹത്തിന്റെ പേര്, ഭൂമിക്ക് സമീപമെത്തുന്ന തീയതി, ഏകദേശ വലുപ്പം, ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ് കടന്നു പോകുക എന്നീ വിവരങ്ങൾ നാസയുടെ ഡാഷ്ബോർഡിൽ കാണാം. കൂടാതെ വിമാനം, വീട് പോലുള്ള പരിചിത വസ്തുക്കൾ ഉപയോഗിച്ച് ചിഹ്നഗ്രഹത്തിന്റെ വലിപ്പം സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിൽ ചിത്രീകരിക്കുന്നുമുണ്ട്. ഉടനടി കൂട്ടിയിടി ഭീഷണി ഇല്ലെങ്കിലും നാസയുടെ പ്ലാനറ്ററി ഡിഫൻസ് കോർഡിനേഷൻ ഓഫീസ് അത്തരം അപകടങ്ങൾ ലഘൂകരിക്കാനുള്ള തന്ത്രങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നു. ചിഹ്നഗ്രഹ വ്യതിയാനത്തിലും ആഘാതം തടയുന്നതിനുമുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് PDCO അന്താരാഷ്ട്ര ബഹിരാകാശ ഏജൻസികളുമായും ഗവേഷണ സ്ഥാപനങ്ങളുമായും സഹകരിക്കുന്നു. പര്യവേക്ഷണത്തിൽ കീഴിലുള്ള ഒരു പ്രധാന സാങ്കേതിക വിദ്യയാണ് ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ സെറ്റ് DART ദൗത്യം. ഒരു ബഹിരാകാശ പേടകം അതിൽ ഇടിച്ച് ഒരു ചിഹ്നഗ്രഹത്തെ വ്യതിചലിപ്പിക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. 2024 MT1 വരാനിരിക്കുന്ന അടുത്ത സമീപനം ജ്യോതിശാസ്ത്രജ്ഞരുടെയും ബഹിരാകാശ പ്രേമികളുടെയും ശ്രദ്ധ ഒരുപോലെ ആകർഷിച്ചു. ലോകമെമ്പാടുള്ള ഒബ്സർവേറ്ററികൾ ചിഹ്നഗ്രഹത്തിന്റെ ചിത്രങ്ങളും വിവരങ്ങളും പകർത്താൻ തയ്യാറെടുക്കുകയാണ്. ആദ്യകാല സൗരയുദ്ധത്തെക്കുറിച്ചും ഗ്രഹ രൂപീകരണ പ്രക്രിയയെക്കുറിച്ചും ഉൾക്കാഴ്ചകൾ നേടുന്നതിന് അതിന്റെ ഘടനയും പഠിക്കാൻ ഗവേഷകർ പ്രതീക്ഷിക്കുന്നു.